Dear students, once again welcome back to economics class. In economics, we are discussing about the rural development. ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രാമീണ മേഖലയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുള്ള വായ്പാ സംവിധാനങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം, കാർഷിക വിപണി സംവിധാനം എങ്ങനെയാണ് ഈ ഒരു റൂറൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാർഷിക വിപണി സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാൻ സാധിക്കും. ഒരു മാർക്കറ്റിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല നാടുകളിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങൾ ആ ഒരു മാർക്കറ്റിൽ വിപണനത്തിനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലേ. ഒരു പച്ചക്കറി മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള തക്കാളി, അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ക്യാബേജ്, ഈ മറ്റ് ആന്ധ്രയിൽ നിന്നുള്ള അരി, ഇതെല്ലാം അവിടെ എന്താണ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന്, ആ ഒരു കൃഷിയിടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തുന്നത്, കമ്പോളത്തിലെത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്തിൽ ചർച്ച ചെയ്യും. ഓക്കെ, അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം, കാർഷിക വിപണി സംവിധാനം. Agricultural marketing is the process that includes procuring, storing, processing, packaging, grading, transportation and distribution of agricultural commodities from the field to the consumer. കാർഷിക വിപണനം എന്നത് ഒട്ടേറെ പ്രക്രിയകൾ ഉൾപ്പെട്ടതാണ്. സംഭരിക്കൽ, സൂക്ഷിക്കൽ, സംസ്കരിക്കൽ, പാക്കേജിംഗ്, ഗ്രേഡിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വിതരണം എന്നിവയിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വയലിൽ നിന്നും വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കാർഷിക വിപണി സംവിധാനം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, അഗ്രികൾച്ചറൽ സാധനങ്ങൾ ഉൽപ്പാദനം ചെയ്യുന്ന മേഖലയാണ്. അവിടെ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ കാർഷിക വിപണിയിൽ എത്തിക്കുന്നതിനെയാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നതാണ് ഈ കാർഷിക രംഗത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ആവശ്യമനുസരിച്ച് ഉൽപ്പാദിപ്പിച്ച് ആവശ്യാനുസരണം വിതരണം ചെയ്യാൻ കഴിയും. പക്ഷേ അരി, ഗോതമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരേ സമയം വിളവെടുപ്പ് നടത്തുന്നു, ഒരേ സമയം വിപണിയിലെത്തുന്നു. അപ്പോൾ അവയുടെ വില കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ അഗ്രികൾച്ചറൽ സാധനങ്ങളുടെ വില കുറഞ്ഞ് നിൽക്കുന്നതിന് കാരണമാവുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ധാരാളം ഈ പഴങ്ങളൊക്കെ വളരെ വില കുറച്ചിട്ട് നമ്മളുടെ മാർക്കറ്റിൽ കൊടുന്ന് വിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. എന്തുകൊണ്ടാണത്? ഒരേ സമയത്ത് എല്ലാ കർഷകരും ഒരുമിച്ച് വിളവെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ സപ്ലൈ കൂടുതലായിരിക്കും അല്ലേ, പ്രധാനം കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ പ്രധാനം കൂടുതലായിട്ട് വരുമ്പോൾ അതിൻ്റെ വില കുറച്ച് വിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്തിൽ വിളവെടുക്കുന്നത് കൊണ്ട് ഈ ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വില കുറച്ച് ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഇപ്പോൾ ഈ വിപണിയിൽ വില വർദ്ധിക്കുന്നത് വരെ ഈ ഒരു കാർഷികോൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കില്ല. അതൊക്കെ എന്താണ്, പെട്ടെന്ന് നശിച്ചു പോകുന്ന ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ അത് വർദ്ധിക്കുന്നത് വരെ, വില വർദ്ധിച്ചിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ശേഖരിച്ച് വയ്ക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് വയ്ക്കാനുള്ള സൗകര്യവും അവർക്ക് ഇല്ല. കൊയ്ത്ത് കഴിഞ്ഞാലുടൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യം കിട്ടിയ വിലയ്ക്ക് വിറ്റഴിക്കാൻ കർഷകർ നിർബന്ധിതരായിത്തീരുന്നു. അതിനാൽ കാർഷിക വിപണന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൽ കർഷകർക്ക് വളരെയധികം ഗുണകരമായിത്തീരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാർഷിക ഉൽപ്പന്നങ്ങളുടെ സപ്ലൈയിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രത്യേകതയ്ക്കനുസരിച്ച് ആ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വളരെയധികം കുറവ് സംഭവിക്കുന്നു. ആ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വിൽക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഈ വില കുറച്ച് വിൽക്കാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കാർഷിക വിപണി സംവിധാനത്തിന് ഗവൺമെൻറ് എന്തെല്ലാം മെഷേഴ്സാണ് എടുത്തിട്ടുള്ളത് അല്ലേ, ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആർ: ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത്, അതായത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, മാർക്കറ്റുകൾ ഫോം ചെയ്യുന്നു. അതാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്സ്, റെയിൽവേസ്, വെയർഹൗസസ്, ഗോഡൗൺസ്, കോൾഡ് സ്റ്റോറേജസ് ആൻഡ് പ്രോസസ്സിംഗ്. റോഡ്, റെയിൽവേ, വെയർഹൗസ്, ഗോഡൗൺ,
കോൾഡ് സ്റ്റോറേജ്, സംസ്കരണശാലകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക. അപ്പോൾ റൂറൽ ഏരിയാസിൽ നമ്മൾ പ്രത്യേകത പറഞ്ഞതാണ്, ഇത്തരം ഗോഡൗണുകളോ അതേപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതിനുള്ള സ്ഥലങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ റൂറൽ ഏരിയാസിൽ ലഭ്യമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാർഷിക വിപണി സംവിധാനം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മറ്റൊന്നാണ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, സഹകരണ വിപണനം എന്ന് പറയുന്നത്. കോഓപ്പറേറ്റീവ്സ് അവോയ്ഡ് മിഡിൽ മെൻസ് ആൻഡ് ബ്രിങ് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ്സ് ടു ഫാമേഴ്സ്. That is Amul Anand Milk Union Limited in Gujarat is a great marketing cooperative success story. ഓക്കെ, സഹകരണ സംവിധാനത്തിൽ ഇടത്തട്ടുകാർ ഉണ്ടാവില്ല, അത് കർഷകർക്ക് വളരെ ഗുണം ചെയ്യുന്നു. ഗുജറാത്തിലെ അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് അമൂലിൻ്റെ ഫുൾ ഫോം. സഹകരണ വിപണനത്തിൻ്റെ വലിയൊരു വിജയഗാഥയായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ക്ഷീരോത്പാദകരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ പാല് കളക്ട് ചെയ്തിട്ട് സഹകരണ മേഖലയിൽ കൊണ്ടുവന്നിട്ട് അത് വിപണനം നടത്തുകയാണ് ചെയ്യുന്നത്. Then providing price supports, assurances of minimum support prices for farm produce. താങ്ങുവില പ്രഖ്യാപിക്കുക. കാർഷിക ഉൽപ്പാദനത്തിന് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു കുറഞ്ഞ വിലയെങ്കിലും കിട്ടുമെന്ന് ഉറപ്പു നൽകലാണ് ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ നെല്ലിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ, നെല്ല് ഉൽപ്പാദനം നടത്തുന്ന സമയത്ത് അത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിമം പ്രൈസ് ഫിക്സ് ചെയ്യും. അതിൽ താഴ്ന്ന വിലയ്ക്ക് ഒരിക്കലും കർഷകരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ താഴ്ന്ന വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ അത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ലാതായിട്ട് മാറും, അതായത് ഇല്ലീഗലായിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസസ്, താങ്ങുവിലകൾ, റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട്, അതേപോലെ തന്നെ നാളികേരത്തിന് താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട്, നെല്ലുൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട് അല്ലേ, നെല്ലിന്, അങ്ങനെ കുറേയധികം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട് ഗവൺമെൻറ്. ഈ താങ്ങുവില കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്, കർഷകർക്ക് ഒരു മിനിമം പ്രൈസ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകുന്നത്. ദെൻ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ്, കുറഞ്ഞ പലിശയ്ക്കുള്ള വായ്പാ സംവിധാനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കി കൊടുക്കുക. ദെൻ ഈ പറഞ്ഞ നടപടികൾ ഇന്ത്യയിലെ കർഷകർക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട്. ഇവയോടൊപ്പം ഗവൺമെൻറ് ഒരു പൊതുവിതരണ സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ദരിദ്രരായവർക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത്. പൊതുവിതരണ സംവിധാനം വഴി ധാന്യ വിതരണത്തിനായി ഗവൺമെൻറ് ഭക്ഷ്യധാന്യങ്ങളുടെ ഒരു കരുതൽ ശേഖരം നിലനിർത്തുകയും ചെയ്യുന്നു. മേൽപ്പറഞ്ഞ നടപടികൾ കർഷകരെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അപര്യാപ്തമാണ്. കർഷകരിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഹുണ്ടിയക്കാരുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് പാത്രമായി കഴിയുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനോടൊക്കെ ഭാഗമായിട്ട് നമ്മൾക്കറിയാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ ഷോപ്സുകൾ വഴി അല്ലേ, ഈ കർഷകരിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുകയും അത് കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് തന്നെ, ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് തന്നെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുവഴി ഒരു പരിധി വരെ ഈ കർഷകരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സംവിധാനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും കുറേയധികം കർഷകർ ഇന്നും ഈ ഒരു പറയുന്ന ദാരിദ്ര്യം അനുഭവിച്ചു പോരുന്നുണ്ട്. ദെൻ എമേർജിങ് ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്, ഇന്നത്തെ കാലത്ത് ഈ ഒരു കാർഷിക മേഖലയിൽ വളർന്നു വരുന്ന ബദൽ വിപണന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കാർഷിക വിപണന രംഗത്ത് നിന്ന് ഇടത്തട്ടുകാരെ നീക്കിയാൽ അത് കർഷകനും ഉപഭോക്താവിനും ഗുണം ചെയ്യും അല്ലേ. ബോത്ത് ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് വിൽ ബെനിഫിറ്റ് ഇഫ് ദ മിഡിൽമെൻ ആർ റിമൂവ്ഡ്. മെനി ന്യൂ മാർക്കറ്റ്സ് വെർ ഫാമേഴ്സ് സെൽ ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ് ഹാവ് എമേർജ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കർഷകരെ ചൂഷണം ചെയ്യുന്നൊരു വിഭാഗം എന്ന് പറയുന്നത് ഇടത്തട്ടുകാരാണ്. ഓക്കെ, കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ, ഉപഭോക്താക്കളുടെ കയ്യിൽ വിലയിൽ എത്ര വില ഈടാക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഇടത്തട്ടുകാരാണ്. കർഷകരുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും വലിയ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് അത് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മിഡിൽ മാൻസ് അല്ലെങ്കിൽ ഇടത്തട്ടുകാർ, അവരെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കർഷകർക്ക് ഒരു പരിധി വരെ വലിയ നല്ല വില തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാൻ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേയധികം സംവിധാനങ്ങൾ നമ്മളുടെ എക്കണോമിയിൽ നിലവിൽ വന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലൊന്നാണ് ആപ്നി മാണ്ടി. പഞ്ചാബ്, ഹരിയാന ആൻഡ് രാജസ്ഥാൻ, ഈ സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു ആപ്നി മണ്ഡി എന്ന സംവിധാനം നിലനിൽക്കുന്നത്. കർഷകരിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ നേരിട്ട് തന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാം. ദെൻ ഹഡാസ്പർ മണ്ഡി, അത് പൂനെയിലാണ് നിലനിൽക്കുന്നത്. റയദു ബസാർ, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പഴം പച്ചക്കറി വിപണികൾ നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് റയദു ബസാർ എന്ന് പറയുന്നത്. ദെൻ ഉഴവർ സന്ധി, ഇത് തമിഴ്നാട്ടിലുള്ള ഫാമേഴ്സ് മാർക്കറ്റാണ് ഉഴവർ സന്ധീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ഇടനിലക്കാർ വാങ്ങിച്ചിട്ടാണ് നമ്മളുടെ മാർക്കറ്റിലേക്കൊക്കെ എത്തിക്കുന്നത്. അവിടെ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുമ്പോൾ വളരെ വില കുറച്ച് ഈ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ,
വൈവിധ്യവൽക്കരണം എന്ന് പറയും. ഓക്കെ, കാർഷിക മേഖലയ്ക്ക് ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ നിർബന്ധമായിട്ടും എന്താണ് ഡൈവേഴ്സിഫൈ ചെയ്യണം, വൈവിധ്യവൽക്കരിക്കണം. ഓക്കെ, അപ്പോൾ ദ ഫാമിംഗ് സെക്ടർ നീഡ്സ് ഡൈവേഴ്സിഫിക്കേഷൻ. 3 forms of diversifications are diversification in the crops. This will reduce the dependence on a single crop. ഓക്കെ, വിളകളുടെ വൈവിധ്യവൽക്കരണം, ഒരൊറ്റ വിളയെ മാത്രം ആശ്രയിക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഈ ഒരു വിളകളുടെ വൈവിധ്യവൽക്കരണം നടത്തുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഒരു പാടമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നെല്ല് മാത്രം കൃഷി ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ നെല്ല് മാത്രം കൃഷി ചെയ്യുമ്പോൾ അവിടെ ഒറ്റ വിളയിൽ ഒരു കുറച്ച് കാലം കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് നെല്ല് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അതിൽ നിന്ന് അതിൻ്റെ സപ്ലൈ കൂടുമ്പോൾ അതിൻ്റെ കുറച്ച് വിലയ്ക്ക് എന്താണ് ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതേ സമയത്ത് ഒന്നിൽ കൂടുതൽ വിളകൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതിനിടയ്ക്ക് തന്നെ പല രീതിയിലുള്ള ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് മറ്റുള്ള സാധനങ്ങളും വിള ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇത് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരും. അതേപോലെ തന്നെ പച്ചക്കറി തോട്ടമൊക്കെ നടന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ള പച്ചക്കറികൾ ഒരു ഏരിയയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ് ഇത്തരത്തിൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ദെൻ മറ്റൊന്നാണ് ഡൈവേഴ്സിഫിക്കേഷൻ ടു അലൈഡ് ആക്ടിവിറ്റീസ് ലൈക്ക് ലൈവ് സ്റ്റോക്ക്, പോൾട്രി, ഫിഷറീസ് എക്സെട്ര. അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കുള്ള വൈവിധ്യവൽക്കരണം എന്ന് പറയും. പശുക്കളെ വളർത്തൽ, ദെൻ കോഴി വളർത്തൽ, ഫിഷറീസ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇതിനൊരു ഉദാഹരണം. അതായത് ഈ ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് പശുക്കളെ വളർത്തലും കോഴി വളർത്തലും ഫിഷറീസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് കോഴി വളർത്തൽ അതേപോലെ തന്നെ പശു വളർത്തലിനൊക്കെ എന്താണ് ഉപകാരപ്രദമായിട്ട് തീരും. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ എന്താണ് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഈ ഒരു കാർഷിക മേഖലയിൽ കൊണ്ടുവരുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ ടു അലൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ടു നോൺ ഫാം ജോബ്സ്, കാർഷികേതര ജോലികളിലേക്കുള്ള മാറ്റം എന്ന് പറയും. അത് കാർഷിക മേഖലയിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ മറ്റു മേഖലയിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷികേതര ജോലികൾക്ക് വമ്പിച്ച സാധ്യതകളാണുള്ളത്. ഭക്ഷ്യ സംസ്കരണ വ്യവസായം, അതേപോലെ തന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ തുടങ്ങിയ സംസ്കരിച്ച മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാം. വളരെയധികം തൊഴിൽ സാധ്യതയുള്ള വളർന്നു വരുന്ന ഒരു വൻ വ്യവസായമാണിത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകൾ വ്യാവസായികമായിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുന്നതിനെയാണ് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ടു നോൺ ഫാം ജോബ്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാൻ സാധിക്കും ഈ പാലുൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഐസ്ക്രീംസ് അതുപോലെ തന്നെ മറ്റുള്ള തൈര് പോലുള്ള ഉൽപ്പന്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇളനീരിൽ നിന്നൊക്കെ ഈ നീര എന്ന് പറയുന്ന ഒരു പാനീയം ഉൽപ്പാദിപ്പിക്കുക. ഇതൊക്കെ എന്താണ് ഒരു തരത്തിൽ നമ്മളുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ 3 രീതിയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകൾ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാർഷിക മേഖലയെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതിലൊന്നാണ് പറഞ്ഞത് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ്, ഡൈവേഴ്സിഫിക്കേഷൻ ടു അലൈഡ് ആക്ടിവിറ്റീസ്, ഡൈവേഴ്സിഫിക്കേഷൻ ടു നോൺ ഫാം ജോബ്സ്. ദെൻ ഇതേപോലെ തന്നെ റൂറൽ സെക്ടറിനെ സഹായിക്കുന്ന റൂറൽ സെക്ടറിൻ്റെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന മറ്റൊരു പരിപാടിയാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്, കന്നുകാലി വളർത്തൽ. ലൈവ് സ്റ്റോക്ക് റിയറിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ദ റൂറൽ community. Indian rural community uses mixed crop livestock farming system. This means they rear mixed livestock like cattle, goat and fowl. Livestock farming is source of alternative livelihood to 70 million rural people, including small and marginal farmers, agricultural laborers and other rural people. The important benefits of the livestock farming are alternative livelihood, stability in income, food security, nutrition for family, fertilizer for farming, fuel for cooking. ഓക്കെ, കന്നുകാലി വളർത്തൽ ഗ്രാമീണരുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗ്ഗമാണ് കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണ ജനത ഒരു സമ്മിശ്ര കാർഷിക രീതിയാണ് അവലംബിച്ചു വരുന്നത്. അതായത് അവർ പലതരം കന്നുകാലികളെ വളർത്തുന്നു. പശുക്കൾ, ആട്, കോഴി എന്നിവയെല്ലാം വളർത്തും. ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും അടക്കം 7 കോടി ഗ്രാമീണരുടെ ബദൽ ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കന്നുകാലി വളർത്തുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് എന്താണ്? ബദൽ ഉപജീവന മാർഗം. ഇപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് മാത്രം അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ലഭിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് അനുബന്ധമായിട്ട് ഒരു ബദൽ ഓൾട്ടർനേറ്റ്, ഇപ്പോൾ കാർഷിക മേഖലയിൽ കുറച്ച് കുറവ് സംഭവിച്ചാൽ പോലും അവരെന്താണ് ഈ ഒരു കന്നുകാലി വളർത്തലിൽ നിന്ന് ആ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ്. മറ്റൊന്നാണ് സ്റ്റെബിലിറ്റി ഇൻ ഇൻകം, അല്ലേ? വരുമാനത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ
ഭക്ഷ്യ സുരക്ഷിതത്വം, ഫുഡ് സെക്യൂരിറ്റി, അത് ഉറപ്പുവരുത്താൻ സാധിക്കും. ദെൻ കുടുംബത്തിനാകെ പോഷകാഹാരം, ന്യൂട്രീഷൻ ഫോർ ഫാമിലി, അല്ലേ? പാല്, മുട്ട ഉൽപ്പന്നങ്ങളൊക്കെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രീഷ്യസ് ടു ഫാമിലി ആയിട്ട് മാറുന്നു. ദെൻ ഫെർട്ടിലൈസർ ഫോർ ഫാമിംഗ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം ലഭിക്കുന്നതിന് അത് സഹായിക്കുന്നു. ദെൻ ഫ്യൂവൽ ഫോർ കുക്കിംഗ്, അല്ലെ? പാചകത്തിന് വേണ്ടുന്ന ഇന്ധനം. നമുക്കിപ്പോൾ അറിയാം, ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ ഇത്തരത്തിൽ ഈ ഒരു അനിമൽ വളർത്തുന്നതിന് അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്നതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഫ്യൂവൽ, ഇന്ധനം, പാചകത്തിനുള്ള ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എ ലാൻഡ്മാർക്ക് ഇൻ ഇന്ത്യസ് ലൈവ് സ്റ്റോക്ക് റിയറിംഗ് ഹാസ് ബീൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്, that is 1966, just as the new agricultural strategy led to Green Revolution. Operation Milk Flood led to White Revolution. Milk production rose by more than 5 times between 1960 and 2012. This was made possible because of the successful implementation of Operation Flood. ഇന്ത്യയിലെ കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ദെൻ ഓപ്പറേഷൻ ഫ്ലഡ് 1966 പുറത്തിറക്കിയതാണ്. പുതിയ കാർഷിക തന്ത്രം എങ്ങനെ ഹരിത വിപ്ലവത്തിനിടയാക്കിയോ അതുപോലെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് ഒരു ധവള വിപ്ലവത്തിനും ഇടയാക്കി. 1960-നും 2012-നും ഇടയിൽ ഇന്ത്യയിലെ പാൽ ഉൽപ്പാദനം 5 ഇരട്ടിയിലേറെ ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ പാലുൽപ്പാദനത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു ഗണ്യമായിട്ടുള്ള വർധനവ്, അത് ധവള വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമ്പ്രദായ പ്രകാരം എല്ലാ ക്ഷീര കർഷകരും അവർ ഉൽപ്പാദിപ്പിച്ച പാല് അത് സഞ്ചയിപ്പിക്കുകയും സംസ്കരിച്ച ശേഷം നഗരങ്ങളിലേക്ക് സഹകരണ സ്ഥാപനം മുഖേന വിപണനം നടത്തുകയുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ സൊസൈറ്റിയിലൊക്കെ കാണുന്നതാണ്, അല്ലേ? ഈ ഒരു മിൽക്ക് കളക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അല്ലേ? സൊസൈറ്റീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് നഗരപ്രദേശങ്ങളിൽ എത്തിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇതുവഴി കർഷകർക്ക് ന്യായമായ വിലയും വരുമാനവും ലഭിക്കുന്നു. ഗുജറാത്ത് തുടങ്ങി വെച്ച ഈ വിജയഗാഥ മറ്റു സംസ്ഥാനങ്ങളിലും പിന്നീട് അനുകരിക്കുകയായിരുന്നു. ഗുജറാത്തിലെ ഈ ഒരു സംവിധാനം ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിലാണ് അവിടെ അവലംബിക്കുന്നത്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഓക്കെ, അപ്പോൾ അണ്ടർ ദിസ് സിസ്റ്റം ഓൾ ഫാമേഴ്സ് പോൾ ദെയർ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് ഗ്രേഡിംഗ് ആൻഡ് ഈസ് പ്രോസസ്ഡ് ആൻഡ് മാർക്കറ്റഡ് ടു അർബൻ സെൻറ്റേഴ്സ് ത്രൂ കോഓപ്പറേറ്റീവ്സ്. By doing so, farmers are assured of fair prices and income. Gujarat state is held as a success story which has been emulated by many states later on. ദെൻ ഇതേപോലെ തന്നെ മറ്റൊന്നാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മറ്റൊരു ഉപജീവന മാർഗ്ഗമാണ് ഫിഷറീസ്, മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിംഗ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ലാക്സ് ഓഫ് പീപ്പിൾ ഇൻ കേരള, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ടുഡേ ടോട്ടൽ ഫിഷ് പ്രൊഡക്ഷൻ accounts for 0.8% of the total GDP. Around 64% comes from inland water bodies like rivers, ponds, lakes and fields. 36% comes from seas and oceans. Fishermen's community is socially and economically backward. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന സമുദ്രോൽപ്പന്ന ഉൽപ്പാദന വിപണന മേഖലകൾ. മത്സ്യോൽപാദനം GDPയുടെ 0.8% മത്സ്യസമ്പത്തിൽ 64% ലഭിക്കുന്നത് പുഴ, കുളം, തടാകം, വയലുകൾ തുടങ്ങിയ ഉൾനാടൻ ജലസംഭരണികളിൽ നിന്നാണ്. ബാക്കി 36% കടലിൽ നിന്നും. മീൻപിടുത്തക്കാർ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നണിയിലുള്ളവരാണ്. ഇവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മത്സ്യബന്ധനം എന്ന് പറയുന്ന മത്സ്യബന്ധന മേഖലയും എന്താണ്, പോവർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു മേഖലയല്ല. അവിടെയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. അവർ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, വേണ്ടത്ര തൊഴിലില്ലായ്മ വരുന്നു. ദെൻ താഴ്ന്ന വരുമാനം, ദെൻ ഇല്ലിറ്ററസി, നിരക്ഷരത, അല്ലേ? വിദ്യാഭ്യാസം ലഭിക്കാത്തൊരവസ്ഥയും ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ദെൻ ലോ ഒക്യുപ്പേഷണൽ മൊബിലിറ്റി, തൊഴിൽപരമായ ഉയർച്ചയ്ക്കുള്ള സാധ്യത കുറവാണ്. ദെൻ ഇൻഡെപ്റ്റഡ്നെസ്, കടബാധ്യത. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫിഷറീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ദെൻ ഹോർട്ടിക്കൾച്ചർ, പഴം പച്ചക്കറി കൃഷിയെയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യ ഹാസ് എ റിച്ച് ആൻഡ് ഡൈവേഴ്സ് സോയിൽ ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷൻ. ദിസ് ഡൈവേഴ്സിറ്റി എനാബിൾസ് us to produce a large variety of fruits, vegetables, medicinal and aromatic plants, spices, plantation crops and flowers in
India is the second largest producer of fruits and vegetables in the world. It contributes 1/3 of the value of agricultural output and 6% of GDP. There has been good progress in the production of horticulture produce in India, like green revolution in agriculture and white revolution in milk, golden revolution in horticulture, improved productivity in many horticultural produce. Horticulture has emerged as a major employment generator in recent times. Flower production, nurseries, tissue culture, ഫ്രൂട്ട് പ്രോസസ്സിംഗ് എക്സെട്ര എംപ്ലോയ് വുമൺ ഇൻ ലാർജ് നമ്പേഴ്സ്. ഇന്ത്യയിലെ മണ്ണ് വളരെയധികം സമ്പുഷ്ടമാണ്, വൈവിധ്യമേറിയതുമാണ്. കാലാവസ്ഥയും ബഹുവിധമാണ്. മണ്ണിനും കാലാവസ്ഥയ്ക്കുമുള്ള ഈ വൈവിധ്യം മൂലം ഇവിടെ എല്ലാത്തരം ഫലങ്ങളും പച്ചക്കറികളും ഔഷധച്ചെടികളും സുഗന്ധ സസ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും വാഴകളും പുഷ്പങ്ങളും കൃഷി ചെയ്തുണ്ടാക്കാനായിട്ട് കഴിയുന്നു. ലോകത്തിലെ ഏറ്റവും അധികം പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനം ഇന്ത്യക്ക് നിലനിൽക്കുന്നുണ്ട്. ആകെയുള്ള കാർഷിക ഉൽപ്പന്ന മൂല്യത്തിൻ്റെ 1/3 ഭാഗവും GDPയുടെ 6% ഇതിൻ്റെ സംഭാവനയാണ്. ഇന്ത്യയിൽ പഴം പച്ചക്കറി കൃഷികൾ ഗണ്യമായി പുരോഗമിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്തെ ഹരിത വിപ്ലവം പോലെ, പാലുൽപാദന മേഖലയിലെ ധവള വിപ്ലവം പോലെ പഴം പച്ചക്കറി മേഖലയിൽ ഒരു സുവർണ വിപ്ലവവും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം തൊഴിലവസരം സൃഷ്ടിക്കുന്ന ഒന്നാണ് തോട്ടകൃഷി എന്ന് പറയുന്നത്. തോട്ടകൃഷി, അതേപോലെ തന്നെ ഉദ്യാന കൃഷി, നഴ്സറി വളർത്തൽ, ടിഷ്യൂ കൾച്ചർ, പഴം സംസ്കരണം തുടങ്ങിയിട്ടുള്ള മേഖലകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു മേഖലയിൽ, ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ വളരെയധികം വൈവിധ്യവൽക്കരണം നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറേയധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരം ഹോർട്ടിക്കൾച്ചർ മേഖലയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറേയധികം കാർഷിക മേഖലകൾ കണ്ടു അല്ലേ? ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾ അല്ലെങ്കിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു ഉൽപ്പാദനങ്ങളെ ഓരോ പേരിൽ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതാണ്. ദെൻ വൈറ്റ് റെവല്യൂഷൻ മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട്, പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ഗോൾഡൻ റെവല്യൂഷൻ ഹോർട്ടിക്കൾച്ചർ, പഴം പച്ചക്കറി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഗോൾഡൻ റെവല്യൂഷൻ. ദെൻ സിൽവർ റെവല്യൂഷൻ, അത് മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗ്രേ റെവല്യൂഷൻ, ഇത് ഫെർട്ടിലൈസേഴ്സ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഈ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാലഘട്ടം ഗ്രേ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു. മറ്റൊന്ന് ബ്ലൂ റെവല്യൂഷൻ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിഷ് പ്രൊഡക്ഷൻ. ഓക്കെ, മത്സ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബ്ലൂ റെവല്യൂഷൻ. ദെൻ ബ്ലാക്ക് റെവല്യൂഷൻ, പെട്രോളിയം, ക്രൂഡ് ഓയിൽ ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ദെൻ യെല്ലോ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം, അതിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം യെല്ലോ റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടങ്ങളിലെ ഓരോ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഗ്രീൻ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഫുഡ് പ്രൊഡക്ഷൻ. ദെൻ വൈറ്റ് റെവല്യൂഷൻ മിൽക്ക് പ്രൊഡക്ഷൻ, ഗോൾഡൻ റെവല്യൂഷൻ ഹോർട്ടിക്കൾച്ചർ, ദെൻ സിൽവർ റെവല്യൂഷൻ എഗ്ഗ്, ഗ്രേ റെവല്യൂഷൻ ഫെർട്ടിലൈസേഴ്സ്, ബ്ലൂ റെവല്യൂഷൻ ഫിഷ്, ബ്ലാക്ക് റെവല്യൂഷൻ പെട്രോളിയം ആൻഡ് ക്രൂഡ് ഓയിൽ, യെല്ലോ റെവല്യൂഷൻ oil seeds. That is all about this today's class.